വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ച അയ്യരും ഭാര്യയും അഗ്രഹാരത്തിലുള്ളവരുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കിലും കളിയാക്കലുകളിലും മനംനൊന്ത് ആ നാടും വീടും വിട്ട് തിരുപ്പതിയിലെത്തി. അവിടെ ഒരു ചായക്കടയിൽ ജോലി ചെയ്തു താമസിച്ചു വരുന്നതിനിടെ ആ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരിലാരോ 6 മാസം മാത്രം പ്രായമുള്ള ദേവൂട്ടിയെ മനഃപൂർവ്വമായി അവിടെ ഉപേക്ഷിച്ചുപോയി. മക്കളില്ലാത്ത തങ്ങൾക്ക് തിരുപ്പതി ഭഗവാൻ തന്നതാണ് ഈ കുഞ്ഞിന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞുമായി തിരിച്ച് കൃഷ്ണപുരത്തെത്തി സ്വന്തം മകളായി വളർത്തി. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്താരോടും പറഞ്ഞിരുന്നില്ല. എല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം അവർക്കിരുവർക്കും സ്വന്തം ചോരയിലുണ്ടായ 2 മക്കളായിരുന്നു അശ്വതിയും അപർണയും. സ്വന്തം ചോരയിൽ മക്കൾ ഉണ്ടായി എങ്കിലും അയ്യർക്കും ഭാര്യയ്ക്കും ദേവൂട്ടി കഴിഞ്ഞ് മറ്റു 2 മക്കളും ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ദേവൂട്ടി അറിയരുതെന്ന് അയ്യരും ലക്ഷ്മിയമ്മാളും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് പക്ഷേ ആ വലിയ സത്യം ദേവൂട്ടിയോട് അറിയാതെ പറയേണ്ടി വന്നുപോയി ലക്ഷ്മിയമ്മാളിന്. എന്നാൽ ഇവിടെ ലക്ഷ്മിയമ്മാൾ പറഞ്ഞ ആ ഒരു കാര്യം കേട്ട് ദേവൂട്ടി ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. താൻ ആരോരുമില്ലാത്ത ഒരു അനാഥയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ ദേവൂട്ടി ആകെ തകർന്നു പോകുന്നു. എന്നാൽ അപ്പോൾ തോന്നിയ ദേഷ്യത്തിൽ ലക്ഷ്മിയമ്മാൾ അത് പറഞ്ഞുവെങ്കിലും പിന്നീട് അവരുടെ മനസ്സിൽ അത് വല്ലാത്ത ഒരുതരം നൊമ്പരമായി തീർന്നു. അവർക്ക് ദേവൂട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെയായി. ഇക്കാര്യത്തെച്ചൊല്ലി അയ്യർ ലക്ഷ്മിയമ്മാളിനെ ഒരുപാട് ശകാരിച്ചു. ഒപ്പം ദേവൂട്ടിയോട് ആരെന്തു തന്നെ പറഞ്ഞാലും അവൾ അയ്യരുടെ സ്വന്തം മകൾ തന്നെയാണെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി. എന്നാൽ ഇതെല്ലാം കേട്ട് അപർണയും അശ്വതിയും ഞെട്ടിത്തരിച്ചിരുന്നു പോയി. മാത്രമല്ല കുറച്ചു നേരത്തേക്കെങ്കിലും ദേവൂട്ടിയുടെ മുന്നിൽ ചെല്ലാൻ അവർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം ഇതുവരെ സ്വന്തമെന്ന് കരുതിയ ആ ഒരാൾ പെട്ടെന്ന് തങ്ങളുടെ ആരുമല്ല എന്ന് കേട്ടപ്പോൾ തോന്നിയ ആ ഒരു മനോഭാവം അത് അവരെ വല്ലാതെ നിശബ്ദരാക്കി തീർത്തിരുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തോടെ മാനസികമായി തകർന്നുപോയ ദേവൂട്ടിയുടെ മുന്നോട്ടുള്ള ജീവിത രീതികൾ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങൾ തന്നെയായിരുന്നു. താൻ അനാഥയാണെന്ന സത്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ. ആ വീട്ടിൽ അതുവരെ അവൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും അധികാരവും ഇല്ലാതാകുന്നത് പോലെ തോന്നി ദേവൂട്ടിക്ക്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയുള്ളവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നുറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരുന്നു അവൾ ആഹാരം കഴിക്കാനിരുന്നത്. അതും ചില ദിവസങ്ങളിൽ ഒരു നേരം മാത്രം. അതിനപ്പുറത്തേക്ക് എത്ര വിശന്നാലും അവൾ ആഹാരം കഴിച്ചിരുന്നില്ല. കൂടാതെ അശ്വതിയോടും അപർണയോടും പഴയതുപോലെയുള്ള അടുപ്പം കാട്ടാൻ ഒരുതരം പേടിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവരോട് രണ്ടാളോടും മുൻപുണ്ടായിരുന്നതുപോലെയുള്ള അധികാരവും കളിയും ചിരിയും എല്ലാം ഇല്ലാതെയായി. എപ്പോഴും മൗനം മാത്രമായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആ മൗനത്തിനിടയിൽ അവൾ അവളെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ഈ ഭൂമിയിൽ ഇന്ന് തനിക്ക് സ്വന്തമെന്ന് പറയാൻ തൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ ജീവൻ മാത്രമാണ്. അതേക്കുറിച്ച് ഓർത്തപ്പോൾ ജീവിക്കാൻ വല്ലാത്ത കൊതി തോന്നി. അങ്ങനെയൊന്ന് തൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ജീവിതം തന്നെ താൻ അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ദേവൂട്ടിയെക്കുറിച്ചുള്ള ആ ജന്മരഹസ്യം അഗ്രഹാരത്തിലും നാട്ടിലും മുഴുവൻ പാട്ടായി. പലരും അവളെ വളരെ സഹതാപത്തോടെ നോക്കി. എന്നാൽ മറ്റു ചിലർ അവൾ നന്ദികെട്ടവളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇതിനിടെ ഹരിനാരായണനും അറിഞ്ഞു ദേവൂട്ടിയുടെ ഈ കഥകൾ. അതോടെ അവൻ്റെ മനസ്സിൽ ദേവൂട്ടിയോടുള്ള സ്നേഹവും കരുതലും കൂടി. വീട്ടുകാരെ എതിർത്ത് അവൻ ദേവൂട്ടിയെ കാണാനായി വീണ്ടും അവൾക്കരികിലെത്തി. എന്നാൽ ദേവൂട്ടിയാകട്ടെ തനിക്ക് പരിചയമില്ലാത്ത ഒരാളെ പോലെ കണ്ട് ഹരിനാരായണനെ അവളിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ചെയ്തത്. അതോടെ ഹരി ഇങ്ങനെയൊരു അവസ്ഥയിലിരിക്കുന്ന ദേവൂട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി തൽക്കാലത്തേക്ക് അവളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുന്നു. അതോടെ എല്ലാ അർത്ഥത്തിലും ശരിക്കും ഒരു അനാഥയായി തീർന്നു ദേവൂട്ടി. അതേ തുടർന്ന് ഇപ്പോൾ എവിടേക്ക് പോകുന്നതും അവൾ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ബുധനാഴ്ച ദിവസം പതിവ് പോലെ ദേവൂട്ടി ആശുപത്രിയിൽ ചെക്കപ്പിന് പോയതിനു ശേഷം തിരിച്ചു വരും വഴി അവൾ സഞ്ചരിച്ച ആ ബസിനുള്ളിൽ വെച്ച് നാണിയമ്മയെ കാണാൻ ഇടവരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നാണിയമ്മയെ കണ്ട ദേവൂട്ടി ഒന്ന് അമ്പരന്നു. നാണിയമ്മയും യുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. നാളുകൾക്ക് ശേഷം ഇരുവരും തമ്മിൽ കണ്ട സന്തോഷത്താൽ രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം
മനസ്സിനേറ്റ മുറിവുകളുടെ വേദനയിലും നീറ്റലിലും ദേവൂട്ടി വല്ലാതെ വാടി തളർന്നു പോയിരുന്നു. അതുമാത്രമല്ല, അവളുടെ ആ പഴയ സൗന്ദര്യവും ചുറുചുറുക്കിനുമെല്ലാം നല്ല മാറ്റം വന്നിരിക്കുന്നു. വല്ലാത്തൊരു പ്രാകൃത രൂപത്തിൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവൂട്ടിയെ കണ്ട നാണിയമ്മയുടെ ചങ്കൊന്നു പിടഞ്ഞു. അവർ ദേവൂട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് "ഇതെന്തു പറ്റി മോളെ, നീ ഇങ്ങനെ വല്ലാണ്ട് കോലം കെട്ടുപോയല്ലോ" എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരുടെ ആ ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. തുടർന്ന് നാണിയമ്മ "എന്നാലും മോളെ, നീ എന്തിനാണ് എൻ്റെ ജയൻ കുഞ്ഞിനെ തനിച്ചാക്കി അവിടെ നിന്നും പോന്നത്? മോൾ അവിടെ നിന്നും പോയതോടെ കുഞ്ഞ് ആകെ തകർന്നുപോയി. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ?" അങ്ങനെ തുടങ്ങി നാണിയമ്മ ദേവൂട്ടിയോട് പലതും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു. എന്നാൽ നാണിയമ്മയുടെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അപ്പോഴും ദേവൂട്ടി നൽകിയ മറുപടി. ഒടുവിൽ ഇരുവരും ദേവൂട്ടിയുടെ അഗ്രഹാരത്തിൽ അവളുടെ വീട്ടിലെത്തി. അവിടെ എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു ശേഷം ദേവൂട്ടിയോട് യാത്ര പറഞ്ഞ് നാണിയമ്മ അവിടെ നിന്നും മടങ്ങി. നാണിയമ്മ ഇവിടേക്ക് വന്നത് നാണിയമ്മയുടെ അനുജത്തി ജാനകിയെ കാണാനായിരുന്നു. നാണിയമ്മയുടെ അനുജത്തി ജാനകിയെ ഈ അഗ്രഹാരത്തിലെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിലാണ് വിവാഹം ചെയ്തു കൊണ്ടുവന്നിരുന്നത്. ഇടയ്ക്കിടെ നാണിയമ്മ അനുജത്തിയെ കാണാൻ ഇവിടേക്ക് വരാറുണ്ട്. ഇക്കുറിയും അങ്ങനെയൊരു യാത്രയ്ക്ക് വന്ന വഴിയാണ് ദേവൂട്ടിയെ കാണാനിടയായത്. നാണിയമ്മ ജയകൃഷ്ണനെക്കുറിച്ച് ദേവൂട്ടിയോട് പലതും പറഞ്ഞു. എങ്കിലും അവൻ്റെ പുതിയ സ്വഭാവരീതിയായ മദ്യപാനത്തെക്കുറിച്ച് മാത്രം യാതൊന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല. കാരണം ഇങ്ങനെയൊരവസ്ഥയിലിരിക്കുന്ന ദേവൂട്ടിയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി നാണിയമ്മ. ഒടുവിൽ നാണിയമ്മ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയതോടെ ദേവൂട്ടിയുടെ മനസ്സിൽ ജയകൃഷ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു നിറഞ്ഞു. അതോടെ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവനെയൊന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നിത്തുടങ്ങുന്നു. എന്നാൽ തൻ്റെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞു ജീവനെ കുറിച്ചും ജയകൃഷ്ണൻ്റെ വീട്ടുകാരെക്കുറിച്ചും ഓർത്തതോടെ അവളുടെ ആ ആഗ്രഹം ഒരു കണ്ണുനീരായി മാറി. അവൾ തൻ്റെ പെട്ടിക്കുള്ളിൽ നിധി പോലെ സൂക്ഷിച്ചു വച്ചിരുന്ന ജയകൃഷ്ണൻ്റെ ഫോട്ടോ എടുത്തു അതിൽ നോക്കി നിന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓർക്കാപ്പുറത്ത് വന്നുപെട്ട ദുരന്തങ്ങളുടെ തീച്ചൂളയിൽ സ്വയം വെന്തുരുകി ഒരു അനാഥ പ്രേതമായി ജീവിക്കുകയാണിപ്പോൾ ദേവൂട്ടി.